യുവജന നേതാവും ഡിവൈഎഫ്ഐ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയുമാണ് വയനാട് CPM ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട കെ റഫീഖ്. വലിയ ഉത്തരവാദിത്തമാണ് പാർട്ടി ഏൽപ്പിച്ചതെന്നും യുവാക്കളെയും പൊതുജനങ്ങളെയും അണിനിരത്തി പാർട്ടിയെ ശക്തിപ്പെടുത്തുമെന്നും കെ റഫീഖ് അമൃത വാർത്തകളോട് പറഞ്ഞു. സുൽത്താൻ ബത്തേരിയിൽ നിന്നും രതീഷ് കുഞ്ചത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ട്. CPIM വയനാട് ജില്ലാ സെക്രട്ടറിയായി യുവജന നേതാവും അതോടൊപ്പം ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറിയുമായ കെ റഫീഖ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. വയനാട്ടിലെ പാർട്ടിയുടെ യുവജന മുഖമാണ്. നിരവധി സമര പോരാട്ടങ്ങളിൽ ഡിവൈഎഫ്ഐയെ നയിച്ച നേതാവ് കൂടിയാണ്. കെ റഫീഖ് ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. കെ റഫീഖ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. സഖാവെ, വയനാട്ടിലെ ഡിവൈഎഫ്ഐയുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായ വലിയൊരു ചുമതല പാർട്ടി നൽകിയിരിക്കുകയാണ്. ഈ വലിയ വെല്ലുവിളി നിറഞ്ഞ ഒരു സാഹചര്യത്തിലൂടെയാണ് പാർട്ടി കടന്നു പോകുന്നത്. ഈ ഉത്തരവാദിത്തപ്പെട്ട ചുമതല ഏത് തരത്തിലാണ് നിർവഹിക്കാൻ പോകുന്നത്? പാർട്ടി ഓരോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനും ഓരോ ഘട്ടത്തിൽ ഓരോ ചുമതലകളാണ് നൽകാറ്. ഇപ്പോൾ ഈ സമ്മേളനം ജില്ലാ സെക്രട്ടറിയുടെ ചുമതലയാണ് നൽകിയത്. പാർട്ടി ഇവിടെ വയനാട് ജില്ലയിൽ ഒരുപാട് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രവർത്തനങ്ങൾക്ക് തുടർച്ച എന്ന നിലയിൽ തന്നെയാണ് ഞങ്ങൾ ഈ സമ്മേളനം ചർച്ച ചെയ്തിട്ടുള്ളത്. വയനാട്ടിലെ അടിസ്ഥാന വിഭാഗത്തിൻ്റെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അത്തരം വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കൂട്ടായ നേതൃത്വം എന്ന നിലയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുക. അത് വ്യക്തിപരമായി ആരെങ്കിലും ഒരാൾ എന്നതിനപ്പുറത്തേക്ക് കൂട്ടായ നേതൃത്വം എന്ന നിലയിലാണ് എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം മുന്നോട്ട് പോവുക. തീർച്ചയായും ആ നിലയിലുള്ള ഒരു കൂട്ടായ ഇടപെടലിലൂടെ പാർട്ടിയെ ശക്തിപ്പെടുത്താനും ബഹുജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനത്ത് തന്നെ CPMന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു സെക്രട്ടറി ചിലപ്പോൾ കെ റഫീഖ് ആയിരിക്കും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ യുവാക്കൾക്ക് കൂടുതൽ പ്രാതിനിധ്യം പാർട്ടി നൽകി എന്നതാണോ? അല്ല, അതിൽ കാണേണ്ട പ്രായത്തിൻ്റെതൊക്കെ എനിക്കറിയില്ല എങ്ങനെയാണെന്നുള്ളത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഓരോ ചുമതലകൾ എല്ലാവർക്കും ഉണ്ട്. ഒരു ജില്ലാ സെക്രട്ടറി ചുമതല എന്നുള്ളത് ഒരു ചുമതലയാണ്. മറ്റ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ എന്നുള്ളത് ഒരു ചുമതലയാണ്. ജില്ലാ കമ്മിറ്റി അംഗങ്ങളുണ്ട്. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ വയനാട്ടിൽ സഖാവ് പി കകാരനും സഖാവ് CK ശശീന്ദ്രനും സഖാവ് OR കേളും ഒക്കെയാണ്. അപ്പം ഇതെല്ലാം ഓരോ ചുമതലകളാണ്. ഞങ്ങളെല്ലാവരും ചേർന്ന് നടത്തുന്നതാണ്. ആ നിലയിൽ അത് പ്രായമോ മറ്റു കാര്യങ്ങളോ തടസ്സവും തോന്നുന്നില്ല. കാരണം എല്ലാവരും കൂട്ടായി നടത്തുന്ന പ്രവർത്തനം എന്ന നിലയിൽ ഒരാളുടെ മാത്രം പ്രത്യേകതയോ ഒരാളുടെ മാത്രം പോരായ്മയോ അല്ല, ഒരു കമ്മിറ്റിയുടേതാണത് പ്രതിഫലിപ്പിക്കുക. ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയും എന്ന് തന്നെയാണ് കരുതുന്നത്. യുവാക്കളുടെ ഏറ്റവും സ്വീകാര്യനായ നേതാവാണ്. ഇനി വെല്ലുവിളി നിറഞ്ഞ കാലഘട്ടമാണ്. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പൊക്കെ വരുന്നു. പാർട്ടിയെ കൂടുതൽ ചിട്ടയായ രീതിയിൽ സംഘടനാപരമായി തന്നെ കെട്ടുറപ്പോട് മുന്നോട്ട് നയിക്കാനുണ്ട്. അപ്പോൾ ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും കൂടുതൽ ഉണ്ടാവുക? യുവജനങ്ങൾ പാർട്ടിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ്. കാരണം പുതിയ തലമുറയ്ക്ക് ആണ് കൂടുതൽ മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയുക. എന്നാൽ അനുഭവ സമ്പന്നരായ പാർട്ടി സഖാക്കളുടെ അനുഭവങ്ങളും നിർദ്ദേശങ്ങളും അതും ഏറ്റവും പ്രധാനമായി തന്നെയാണ് പാർട്ടി കാണുന്നത്. ഇതെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോവുക. വയനാട്ടിലെ യുവജനങ്ങളുടെ പ്രശ്നങ്ങളിൽ CPM ചുമതലപ്പെടുത്തിയ എല്ലാ ചുമതലകൾ വെച്ചുകൊണ്ട് ഇടപെടാൻ ഞങ്ങൾക്ക് കൂട്ടായി കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ഈ ചുമതലയും എല്ലാവരെയും കൂട്ടായി നിർവഹിക്കാൻ കഴിയും. നിങ്ങൾ സൂചിപ്പിച്ച പോലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇലക്ഷനാണ് ഇനി വരാനിരിക്കുന്നത്. വയനാട് ജില്ലയിലെ UDF ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ ജനങ്ങൾ വലിയ രൂപത്തിലുള്ള പ്രതിഷേധത്തിലാണ്. അത്തരം പ്രതിഷേധങ്ങൾ കൂടുതൽ ശക്തമായി ഉയർത്തിക്കൊണ്ടുവരികയും അവരുടെ പ്രശ്നങ്ങൾ ഇടപെട്ടുകൊണ്ടും കേരളത്തിലെ ഗവൺമെൻറ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷേമ പദ്ധതികളും അതുപോലെ തന്നെ വയനാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും എല്ലാം ജനങ്ങൾക്കറിയാം. ഇതെല്ലാം വെച്ചുകൊണ്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തി മഹാഭൂരിപക്ഷം പഞ്ചായത്തുകളിലും ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലും വിജയിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ സമ്മേളനം ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ കൂട്ടായി നേതൃത്വം കൊടുക്കും. തീർച്ചയായും ഏതായാലും ഡിവൈഎഫ്ഐ നയിച്ച പോലെ തന്നെ പാർട്ടിയെ ചുറുചുറുക്ക് നയിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഏതായാലും വളരെ ആത്മവിശ്വാസം കെ റഫീഖ് പ്രകടിപ്പിക്കുകയാണ്. വയനാട്ടിലെ പാർട്ടിയെ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് നയിക്കാൻ തനിക്ക് സാധിക്കും എന്ന് തന്നെയാണ് കെ റഫീഖ് പറഞ്ഞു വെക്കുന്നത്. വയനാട്ടിൽ നിന്നും രതീഷ് കുഞ്ചത്തൂർ, അമൃത ന്യൂസ്.